ജമ്മു കശ്മീരിലെ അതിർത്തിയിൽ ഇന്ത്യൻ സൈന്യം 2 ഭീകരരെ വധിച്ചു. കുപ്വാര മേഖലയിലൂടെ നുഴഞ്ഞുകയറാൻ ശ്രമിച്ച ഭീകരരെയാണ് വകവരുത്തിയത്. ഇന്നലെ രാത്രി മുതൽ മേഖലയിൽ വെടിവെപ്പ് നടക്കുന്നുണ്ടായിരുന്നു. അജയ് സുധാ ബിജു വിവരങ്ങളുമായി ചേർന്നു. അജയ്, ഇന്നലെ രാത്രി മുതൽ വെടിവെപ്പ് ഉണ്ടായിരുന്നു മേഖലയിൽ. ഇപ്പോഴിതാ 2 ഭീകരരെ സൈന്യം വധിച്ചു എന്നുള്ള വിവരം വരുന്നു. വിവരങ്ങൾ വിശദാംശം. ഭവ്യ, ഈ ഡിസംബറിലേക്കാണ് ഇപ്പോൾ നമ്മൾ പോകുന്നത്. ഈ സമയം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും നിർണായകം തന്നെയാണ്. കാര്യം ഈ മഞ്ഞ് വീഴുന്ന സമയം നോക്കി തീവ്രവാദികൾ നമ്മുടെ രാജ്യത്തേക്ക് നുഴഞ്ഞു കയറുന്ന ഒരു പതിവ് അത് പണ്ട് മുതൽ തന്നെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് അതിർത്തി മേഖലയിൽ പ്രത്യേക ജാഗ്രത പാലിക്കണമെന്ന് ആഭ്യന്തര വകുപ്പ് നേരത്തെ തന്നെ സൈനികർക്കും അതുപോലെ തന്നെ ജമ്മു കാശ്മീരിൻ്റെ പ്രത്യേക പോലീസ് വിഭാഗത്തിനും എല്ലാം നിർദ്ദേശം നൽകിയിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ ഭാഗമായിട്ട് മേഖലയിൽ തെരച്ചിൽ ശക്തമാക്കുകയും ചെയ്തിരുന്നു. കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് രജൌരി ജില്ലയിൽ പോലീസും അതുപോലെ തന്നെ തീവ്രവാദികളും തമ്മിൽ ചെറിയ വെടിവയ്പ് ഉൾപ്പെടെ നടന്നിരുന്നു. ഇപ്പോൾ തുടർന്ന് ഈ ഒരു കുപ്വാര മേഖലയിൽ തീവ്രവാദികൾ നുഴഞ്ഞു കയറുന്നു എന്നൊരു രഹസ്യ വിവരം സൈന്യത്തിന് കഴിഞ്ഞ ദിവസം ലഭിച്ചിരുന്നു. ഇത് സംബന്ധിച്ച് ഇന്നലെ ഉച്ച മുതൽ തന്നെ മേഖലയിൽ തെരച്ചിൽ ശക്തമാക്കുകയും ചെയ്തിരുന്നു. 7 മണിക്കാണ് തീവ്രവാദികളുടെ ഭാഗത്ത് നിന്ന് ഒരു പ്രകോപനം സൈന്യത്തിന് നേരെ ഉണ്ടാകുന്നത്. സൈന്യത്തിന് നേരെ ഇവർ വെടിയുതിർക്കുകയായിരുന്നു. ഇതിനെ തുടർന്ന് സൈന്യം വളരെ കൃത്യമായിട്ടുള്ള ഒരു ഓപ്പറേഷൻ നടത്തുകയും ഇവരെ കീഴടക്കുകയുമായിരുന്നു. തുടർന്ന് ഈ 2 പേരെ വെടിവെച്ച് കൊലപ്പെടുത്തി. 2 പേരാണ് നിലവിൽ മരിച്ചതായിട്ട് നമുക്ക് സ്ഥിരീകരണം ലഭിക്കുന്നത്. ഇവരുടെ കൂടെ മറ്റാരെങ്കിലും ഉണ്ടായിരുന്നോ, കൂടുതൽ ആളുകൾ ഇതിൽ ബന്ധപ്പെട്ടിരുന്നോ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊന്നും സ്ഥിരീകരിക്കാനായിട്ടില്ല. മേഖലയിൽ ഇപ്പോഴും കുപ്വാര മേഖലയിൽ ഉൾപ്പെടെ മേഖലയിൽ ഇപ്പോഴും തെരച്ചിൽ നടത്തുന്നതായിട്ട് സൈന്യം അറിയിച്ചിട്ടുണ്ട്. ഈ അതിർത്തി മേഖലയിൽ ഇപ്പോൾ കേന്ദ്രത്തിൻ്റെ നിർദ്ദേശം അനുസരിച്ച് ഉൾപ്പെടെ കൂടുതൽ പരിശോധനയും അതുപോലെ തന്നെ സുരക്ഷയും ഉൾപ്പെടെ ശക്തമാക്കാനുള്ള നടപടികളിലേക്കാണ് സൈന്യം കടക്കുന്നത്. അതിൻ്റെ ആദ്യ പടിയെന്നോണമായിരുന്നു ഇപ്പോൾ മേഖലയിലുള്ള ഒരു തെരച്ചിൽ ശക്തമാക്കിയത്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം നടന്ന ആക്രമണത്തിൽ ഇപ്പോൾ അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ്. കൂടുതൽ അന്വേഷണം നടത്തി മറ്റു വിവരങ്ങളെല്ലാം പങ്കുവയ്ക്കും എന്ന് തന്നെയാണ് സൈന്യം അറിയിച്ചിരിക്കുകയും ചെയ്യുന്നത്. അജയ് സുധാ ബിജു ആണ് വിവരങ്ങൾ നൽകിയത്.